الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഈ ദുനിയാവിൽ പ്രവർത്തിക്കുന്ന നന്മതിന്മകൾക്ക് തരിമ്പും അനീതിയില്ലാതെ നീതിപൂർവമായ പ്രതിഫലം കിട്ടുന്ന വേദിയാണ് പരലോകം എന്നുള്ളത്. അവിടെ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളുമൊക്കെ തൂക്കിക്കണക്കാക്കുന്ന മീസാൻ ഉണ്ട് എന്നത് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. പക്ഷെ ആ മീസാൻ അഥവാ തുലാസ് ഇവിടെ നാം കാണുന്ന ത്രാസ് പോലെയാണ് എന്ന് കരുതേണ്ടതില്ല. വൽ വസ്നു യൗമൽ ഖിയാമത്തി യകൂനു ബിൽ അദ്ൽ, അവിടെ തൂക്കിക്കണക്കാക്കുക എന്നത് നീതിപൂർവകമായിരിക്കും, സത്യസന്ധമായിരിക്കും. അല്ലദീ ലാ ജൗറ ഫീഹി വലാ ദുൽമ ബിവജ്ഹിൻ, യാതൊരു നിലക്കും അനീതിയും അന്യായവുമില്ലാത്ത, ഒരാളും മറുത്തു പറയാനില്ലാത്ത വിധം നീതിയാണത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടേ അള്ളാഹു അവിടെ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഇത്തരം പ്രയോഗങ്ങൾ കാണുമ്പോൾ പുച്ഛിക്കുന്ന
മനം പിരട്ടുന്ന പല ആളുകളും മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. എങ്ങനെയാണ് വിശ്വാസവും കർമ്മങ്ങളുമൊക്കെ തൂക്കുക എന്നതാണ് അവരെ ആ രീതിയിൽ ചിന്തിപ്പിച്ച സംഗതി. വാസ്തവത്തിൽ ഇക്കാലത്ത് അതൊരു സംശയമാണോ എന്ന് പോലും നമ്മൾ അല്പമൊന്ന് അവധാനതയോടുകൂടി കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്തെല്ലാം സംഗതികളാണ് ഇന്ന് മനുഷ്യന്മാർ തന്നെ തൂക്കിക്കണക്കാക്കി അതിൻ്റെ അളവും അതിൻ്റെ തൂക്കവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ കാറ്റിന്റെ അളവ് കൃത്യമായി ഇന്ന് ആളുകൾക്ക് പറയാൻ കഴിയും. ഇത്ര കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ച് വീശാൻ സാധ്യതയുണ്ട് എന്നത് നാം പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ കാറ്റിന്റെ വേഗതയെ നിർണയിക്കുന്ന സംവിധാനം ഇന്നുണ്ട്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിലെ ടയറിൽ എത്ര കാറ്റ് കയറിയിട്ടുണ്ട്, എത്ര കാറ്റ് കുറവുണ്ട് എന്ന് കൃത്യമായി അളക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കും. അതേപോലെ മഴ പെയ്താൽ ഇത്ര സെന്റിമീറ്റർ മഴ ലഭിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. ചൂടിന്റെ കാര്യവും അങ്ങനെ തന്നെ, ഇത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്, അത് തണുപ്പാണെങ്കിലും അങ്ങനെ നമുക്ക് അളക്കുവാനും കണക്കാക്കുവാനും ഒക്കെ സാധിക്കും. അതിനേക്കാൾ അത്ഭുതകരമാണ് മനുഷ്യരായ നമ്മുടെ എല്ലാം ശരീരത്തിൽ നിരന്തരം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡിന്റെ അവസ്ഥ. അതിന്റെ കൗണ്ട് എത്രയാണ് എന്നതും അതിലെ ഓരോ ധാതുക്കളുടെയും അളവ് കൃത്യമായി നമുക്ക് ഇന്ന് നിർണയിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മനുഷ്യന്മാർ കണ്ടുപിടിച്ച അവരുടെ പഠനവും ഗവേഷണവും ഒക്കെ എത്തിച്ച സംഗതിയാണ് എങ്കിൽ ബ്ലഡിലെ ഷുഗർ, കൊളസ്ട്രോൾ, അതേപോലെ അതിന്റെ ഓക്സിജന്റെ അളവ്, പൊട്ടാസ്യം, ഇങ്ങനെ തുടങ്ങി ഇതെല്ലാം മനുഷ്യന്മാർ ചെയ്യുന്നതാണ് എങ്കിൽ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിലും അത്ഭുതകരമായി പലതും തൂക്കുവാനും കണക്കാക്കുവാനും ഒക്കെ സാധിക്കുമെന്നത് റബ്ബിനെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളവും സംശയമില്ലാതെ അംഗീകരിക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. പടച്ച റബ്ബിന്റെ ഖുദ്റത്തുകൾ മനസ്സിലാക്കിയ ഒരാളും അതിൽ സംശയിക്കുകയില്ല. റബ്ബ് അളക്കും തൂക്കും. അതേപോലെ തന്നെ അവൻ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ കൃത്യമായി നിർണയിക്കും, അളക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയിക്കുകയല്ല, മറിച്ച് തന്റെ മീസാനിൽ നന്മകൾ കൊണ്ട് കലം നിറക്കാൻ എന്തെല്ലാമാണ് വഴികൾ, മാർഗമെന്നായിരിക്കും അത്തരം ആളുകൾ ചിന്തിക്കുക. അല്ലാത്ത ആളുകൾ അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യവിശ്വാസി അതിനെ പോസിറ്റീവായ രീതിയിൽ സ്വീകരിക്കുമെന്നർത്ഥം. അള്ളാഹു ആ രീതിയിൽ നന്മകൾ കൊണ്ട് പരലോകത്ത് വിജയം നേടുവാൻ മീസാനിൽ കലം തൂക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് നന്മയും മൊത്തത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്നവ തന്നെയാണ്. ഓരോരുത്തരുടെയും ഇഖ്ലാസിനും നിയ്യത്തിനും അനുസരിച്ച് അതിന്റെ ഏറ്റ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. ഒരേ പള്ളിയിൽ ഒരേ സഫിൽ ഒരേ വക്ത് നമസ്കരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ ദറജയിലായിരിക്കുകയില്ല പുണ്യം വാരിക്കൂട്ടുന്നത്. ഓരോരുത്തരുടെയും മനസാന്നിധ്യം, ഇഖ്ലാസ്, സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ അനുസരിച്ച് ആ കർമ്മങ്ങൾ ഒന്നാണ് എങ്കിലും ബാഹ്യമായി അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം ഒന്ന് തന്നെയാണ് എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ വിലയും തൂക്കവും ഒക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പടച്ചറബിന്റെ കോടതിയിൽ തരിമ്പും അനീതിയുണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ സംഗതിയാണ്. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിപൂർവകമായ ഒരു തുലാസ് തൂക്കുന്ന സംവിധാനം നാം ഏർപ്പെടുത്തും. ഫലാ തുളമു നഫ്സുൻ ഷൈഅ, ഒരാളോടും തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഇനി അവർ ചെയ്തത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഒരു കടുകുമണിയോളം നിസ്സാരമാണ്, ചെറുതാണ് എങ്കിൽ പോലും അതൈനാ ബിഹാ, നാം അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. വകഫാ ബിനാ ഹാസിബീൻ, അവയെല്ലാം കൃത്യമായി ഹിസാബ് നോക്കാൻ, കണക്ക് നോക്കാൻ, വിചാരണ നടത്താൻ നാം തന്നെ മതിയായവനാണ് എന്ന് 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേപോലെ ഇതേ ആശയം അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ പലയിടങ്ങളിലും. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറത്തിൻ, അള്ളാഹു ഒരു അണുമണിത്തൂക്കം പോലും ആരോടും അനീതി കാണിക്കുകയില്ല, അക്രമം ചെയ്യുകയില്ല. വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ, ഒരാൾ പ്രവർത്തിക്കുന്നത് നന്മയാണ് എങ്കിൽ ആ നന്മയെ അയാളുടെ ഇഖ്ലാസിനനുസരിച്ച്, ആത്മാർത്ഥതക്കനുസരിച്ച് റബ്ബ് സ്വീകരിക്കും. അത് എന്നിട്ട് 10 മടങ്ങ് ഇരട്ടികളാക്കി അയാൾക്ക് തിരിച്ചു കൊടുക്കും.
വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമ. പടച്ചറബിന്റെ പക്കൽ നിന്ന് ധാരാളം പ്രതിഫലമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അധികരിപ്പിച്ച് ഇരട്ടികളാക്കി നൽകും എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 40-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത്. അവിടെ നന്മയുടെ തട്ട് കനം തൂങ്ങുന്നവർക്കാണ് വിജയമുള്ളത്. ഏത് നന്മകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരം കിട്ടുന്നുവോ അത് നഷ്ടപ്പെടുത്താതെ ഉപയോഗിച്ചാൽ നന്മകളുടെ ആ ഭാഗം ഫില്ല് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ. ആരുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങിയോ അയാൾ സംതൃപ്തിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ജീവിതത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു. എന്നാൽ നന്മയിൽ ശ്രദ്ധയില്ലാതെ അയാൾ അങ്ങനെ ഗൗരവതരമായ വിഷയത്തിൽ വേണ്ട പോലെ ഗൗരവം കൊടുക്കാതെ മറ്റു പലതിലുമായിരുന്നു മുഖ്യമായ ശ്രദ്ധയും ചിന്തയും, അങ്ങനെ അങ്ങ് ജീവിച്ചു. പരലോകത്ത് ചെല്ലുമ്പോൾ നന്മയുടെ ഭാണ്ഡം, നന്മയുടെ തുലാസ് അത് ഭാരം കുറഞ്ഞതാണ് എങ്കിൽ ഫഉമ്മുഹു ഹാവിയ. അയാൾക്ക് പോകുവാനുള്ള സങ്കേതം അത് ഹാവിയയാണ്. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ചൂടേറിയ നരകമാണ് ആ ഹാവിയ എന്ന് പറഞ്ഞാൽ. ഏതൊരു മനുഷ്യനും ചെന്നു വീഴുന്ന ആഴമേറിയ നരകം, ചുട്ടുപൊള്ളുന്ന ആ നരകം, അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആയുസ്സുള്ള, ആരോഗ്യമുള്ള, ചിന്താശേഷിയുള്ള, പ്രവർത്തിക്കുവാൻ കഴിവുള്ള, ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഏത് നന്മകളും നമ്മുടെ തുലാസിൽ കലം തൂങ്ങുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാക്കുന്ന സംഗതിയാണ്. ഈ കാര്യം ഖുർആൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 101 മുതൽ 103 വരെയുള്ള ആയത്ത്, അതേപോലെ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ അഅറാഫിലെ 8-9 വചനങ്ങൾ. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് തുലാസ് സ്ഥാപിക്കും, അവിടെ തൂക്കിക്കണക്കാക്കും എന്നത് സത്യമാണ്. ന്യായമായ, നീതിപൂർവകമായ രീതിയിൽ അവിടെ കർമ്മങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. ഫമൻ സഖുലത് മവാസീനുഹു. ആരുടെ നന്മയാണോ അവിടെ കനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയം വരിച്ച ആളുകൾ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വമൻ ഖഫ്ഫത് മവാസീനുഹു. ആരുടെ നന്മയുടെ ഭാഗം കനം കുറഞ്ഞു പോയോ, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും. അവരാണ് ആത്മനഷ്ടം പറ്റിയ ആളുകൾ, സ്വന്തം തന്നെ നാശം നേരിടുന്ന, നഷ്ടം പറ്റിയ ആളുകൾ. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. നമ്മുടെ വചനങ്ങൾ, നമ്മുടെ ഉത്ബോധനങ്ങൾ അവരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ സ്വീകരിക്കുകയും അതിന് അനുഗുണമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന് പകരം അതിനോട് അന്യായം കാണിച്ച, നിഷേധവും പുച്ഛവും അതേപോലെ ധിക്കാരവും ഒക്കെ ചെയ്ത ആളുകൾ അവിടെ ചെല്ലുമ്പോൾ നന്മയുടെ ഭാഗം കനം കുറഞ്ഞതായി അവർക്ക് അനുഭവപ്പെടും. അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്നും പരിശുദ്ധ ഖുർആൻ അവിടെ ഉണർത്തുകയാണ്. അപ്പോൾ കർമ്മങ്ങൾ തൂക്കും എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചില പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നന്മകൾ രേഖപ്പെടുത്തിയ, തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകളാണ് തൂക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രവർത്തിച്ച ആളുകളെ, മനുഷ്യന്മാരെ തന്നെ തൂക്കും എന്നൊക്കെ തെളിവുകൾ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നിട്ട് പറഞ്ഞത് യകൂനു ദാലിക കുല്ലുഹു സ്വഹീഹ. ഈ പറഞ്ഞ എല്ലാം പ്രമാണങ്ങളിലൂടെ വന്ന സംഗതിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതം അല്ലെങ്കിൽ അസംഭവ്യം എന്ന് നമ്മൾ വിചാരിച്ച പലതും ഇന്ന് കൃത്യമായി വളരെ ഈസിയായി മനുഷ്യനെ അളക്കാനും തൂക്കുവാനും ഒക്കെ സാധിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യന്റെയും വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും തൂക്കും. അത് ഏതു രൂപത്തിലാണ് എങ്കിലും റബ്ബ് കണക്കാക്കുമെന്നത് നമുക്ക് അംഗീകരിക്കാൻ യാതൊരു മടിയും വേണ്ടതില്ല. ഏത് നന്മയും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നമ്മുടെ കണ്ണിൽ നിസാരമായി ഒരു അണുമണി തൂക്കം ഉള്ള ചെറിയ ഒരു നന്മയായി നമ്മൾ കാണുന്നുവെങ്കിൽ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ആളുകൾക്ക് ഉപദ്രവമേൽക്കുന്ന ഒരു കല്ലോ മുള്ളോ കുപ്പിച്ചില്ലോ കണ്ടാൽ അത് മൈൻഡ് ചെയ്യാതെ പോകുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാനിന്റെ ദറജകൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ തടസ്സമുണ്ടാക്കുകയോ ആളുകളെ ശല്യം ചെയ്യുകയല്ല, മറിച്ച് ഉപദ്രവങ്ങൾ നീക്കുകയാണ് വേണ്ടത്. ആ നന്മ പോലും നമ്മുടെ മീസാനിൽ കനം തൂകുന്ന നന്മകളാണ്. എന്നാൽ ചില കർമ്മങ്ങൾ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മീസാനിൽ അതിന് വല്ലാത്ത വെയിറ്റേജ് ഉണ്ട്, വലിയ കനമുണ്ട്, ഭാരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം. അതിൽ സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി
കറകളഞ്ഞ തൗഹീദും അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്റുകളും കർമ്മങ്ങളുമാണ്. എനിക്ക് ആശ്രയമായി, അവലംബമായി, എന്റെ രക്ഷയായി, അഭയമായി പടച്ച റബ്ബല്ലാതെ ആരുമില്ല. ആ അള്ളാഹുവാണ് എല്ലാ ഖൈറുകളും നിശ്ചയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഷർറുകൾ ഞാൻ നേരിടുന്നുണ്ടോ അത് നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ്. അത് തട്ടിമാറ്റുവാനും ആ പടച്ച റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നാം ഉരുവിടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ്, ആ വിശ്വാസമനുസരിച്ച് നാം ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അതിനോളം വെയിറ്റുള്ള, ഭാരമുള്ള ഒന്നും തുലാസിലേക്ക് വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അഥവാ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ആ റബ്ബിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഖൈറ് കൊണ്ടുവന്നു തരാൻ, ഒരു ഷർറ് തട്ടി നീക്കാൻ കഴിയുകയുള്ളൂ എന്ന പ്രഖ്യാപനം. അവനല്ലാതെ എനിക്ക് അഭയമായി, ആശ്രയമായി, രക്ഷയായി വേറെ ഒന്നുമില്ല എന്ന പ്രഖ്യാപനം. അതിന്റെ പ്രാധാന്യവും അതിന്റെ വലിപ്പവും അതിന്റെ തൂക്കവും വിശദീകരിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ പരലോകത്ത് കൊണ്ടുവരികയും അലാ റൂസിൽ ഖലായിക്, ജനകോടികൾക്ക് മുമ്പിൽ വെച്ച് അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രംഗം വിശദീകരിക്കുകയാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഫയൻഷുറു അലൈഹി 99 സിജില്ല, അയാൾക്ക് 99 വലിയ ഏടുകൾ, അയാൾ ചെയ്തു കൂട്ടിയ തിന്മകളുടെ റിക്കാർഡുകൾ അയാൾക്ക് മുമ്പിൽ സമർപ്പിക്കും. സുമ്മ യഖൂൽ അതുൻകിറു മിൻ ഹാദാ ഷൈഅ, എന്നിട്ട് അയാളോട് പടച്ച റബ്ബ് ചോദിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? അൽലമക കതബതി അൽ ഹാഫിളൂൻ, നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ, മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെ രേഖപ്പെടുത്തുവാൻ ഏൽപ്പിച്ച എന്റെ മലായിക്കത്തുകൾ നിന്നോട് വല്ല അന്യായവും ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ ആ മനുഷ്യൻ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, അല്ലാഹ് തീർച്ചയായും ലാ യാ റബ്ബ്, ഒരിക്കലും അനീതി ഉണ്ടായിട്ടില്ല, അക്രമം ഉണ്ടായിട്ടില്ല, ഞാൻ ചെയ്തത് തന്നെയാണ് എന്ന് അയാൾ സമ്മതിക്കും. ഫയഖൂൽ അവലക ഉദുറുൻ, എന്നാൽ നിനക്ക് വല്ല ഉദുറും, എക്സ്ക്യൂസും ഉണ്ടോ, എന്തെങ്കിലും ഒരു ന്യായം പറയാനുണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കും. ഫയഖൂൽ ലാ യാ റബ്ബ്, അയാൾ ജീവിതം എല്ലാം പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ചുകൊണ്ട് റബ്ബിനോട് പറയുക, എനിക്കൊന്നും പറയാനില്ല അല്ലാഹുവേ, എല്ലാം ഞാൻ ചെയ്തു കൂട്ടിയതാണ്, ശിക്ഷക്ക് ഞാൻ അർഹനാണ് എന്ന് അയാൾക്ക് പോലും തോന്നുന്ന രീതിയിൽ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു പറയും, ബലാ, ഇല്ല, ഇന്ന ലക ഇൻദനാ ഹസന, നിനക്ക് നീ ശ്രദ്ധിക്കാതെ പോയൊരു നന്മ നാം എടുത്തു വെച്ചിട്ടുണ്ട്. ഫഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം, നിന്നോട് ഇന്ന് തരുമ്പും അനീതി കാണിക്കപ്പെടുകയില്ല. ഇത്രമാത്രം തിന്മകൾ നീ പ്രവർത്തിച്ചവനാണ്, അത് നിനക്ക് ബോധ്യമുണ്ട്, നീ ഒന്നും നിഷേധിക്കുന്നില്ല എങ്കിലും ഇന്ന് നിന്നോട് അനീതി കാണിക്കപ്പെടുകയില്ല. ഫതുഖ്റജു ലഹു ബിതാഖ ഫീഹാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അയാൾ ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച തൗഹീദിന്റെ വചനം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവനാണ് എന്റെ അഭയം, എന്റെ ആശ്രയം എന്ന ബോധ്യത്തോടുകൂടി അയാൾ സാക്ഷ്യം വഹിച്ച ആ സാക്ഷ്യ പ്രഖ്യാപനം, വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും ദൂതനുമായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ കറകളഞ്ഞ പ്രഖ്യാപനം, അത് ഒരു ബിതാഖ, ഒരു കാർഡ് കണക്കെ, ഒരു ചെറിയ ഏട് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ ഭാഗത്ത് അതെടുത്തു കാണിക്കും. അപ്പോൾ അയാൾ പറയുമത്ര, ഫയഖൂൽ ഉഹ്ദുർ വസ്നക് ഫയഖൂൽ യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖ മാ ഹാദിഹിസ് സിജില്ലാത്ത്, ഇത്രമാത്രം തിന്മകളുടെ വലിയ വലിയ ഏടുകളുടെ കൂട്ടത്തിൽ ചെറിയ ഒരു നന്മയായി ഇതുകൊണ്ട് എന്ത് കാര്യമാണ്, എങ്ങനെയാണ് രക്ഷപ്പെടാൻ എന്ന രീതിയിൽ അയാൾ ആശങ്കയോടുകൂടി ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, ഇന്നക ലാ തുളലം, നിന്നോട് അനീതി കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഫതൂളഉ സിജില്ലാതു ഫീ കിഫ, അയാൾ ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകളും അതിന്റെ ഏടുകൾ ഒരു തട്ടിലും, വൽ ബിതാഖതു ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ബിതാഖ, ആ ഒരു നന്മയുടെ ഭാഗം തുലാസിന്റെ മറുതട്ടിലും വെക്കും. ഫത്വാശത്തിസ് സിജില്ലാത്ത്, ആ തിന്മയുടെ എല്ലാ ഏടുകളും പറന്നു പോകുമാറ് അതിനെ
തെറിപ്പിച്ചു കളയുമാറ് കനം തൂങ്ങുന്നതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടേത്. വസഖുലത്തിൽ ബിത്വാഖ, എന്നിട്ട് പറഞ്ഞു ഫലാ യസ്ഖുലു ഇസ്മല്ലാഹി ഷൈ, അള്ളാഹുവിന്റെ നാമത്തേക്കാൾ അതിജയിക്കാൻ, അതിനേക്കാൾ കനം തൂങ്ങാൻ ഒന്നുമില്ല എന്നാണ്. ഇത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നവർക്കുള്ളതല്ല. വിശ്വാസമായി മനസ്സിൽ സ്വീകരിക്കുകയും ആത്മാർത്ഥമായി അതിനോട് ഇടപെടുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുമ്പോൾ കിട്ടുന്ന സംഗതിയാണ്. മനുഷ്യ സഹജമായ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും എത്ര തന്നെ വന്നുകൂടിയിട്ടുണ്ടെങ്കിലും ആ റബ്ബിൽ ഒരിക്കലും പങ്കുചേർക്കാത്ത പടച്ച റബ്ബിൽ കറകളഞ്ഞ വിശ്വാസം ഏർപ്പെടുത്തുവാൻ സാധിക്കുന്ന ആളുകൾ സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ ആ റബ്ബിനോട് അവർ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കും. മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാൻ സാധിച്ചാൽ, അത് നാവിലും ഹൃദയത്തിലും ഉറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ വമ്പിച്ച നേട്ടങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുമെന്ന് ഇതുപോലെയുള്ള നിരവധി ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അത് ചെറിയ കാര്യമല്ലേ, അതിനേക്കാൾ വലിയ കാര്യം വേറെയുണ്ട് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ടേ വേറെ ഏത് നന്മയും ഉള്ളൂ. ഏത് നന്മക്കും വാല്യൂ കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആകണം. വിശ്വാസം ശരിയല്ലാത്ത ആളുകൾ എത്രമാത്രം ത്യാഗം ചെയ്താലും, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഒരു 0 എഴുതി കഴിഞ്ഞാൽ 0 എന്നേ വായിക്കുകയുള്ളൂ, അതിന് പ്രത്യേകിച്ചൊരു വാല്യൂ പറയാറില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു 1 വന്നാൽ ആ 0 പിന്നെ 10 ആയി. 2 0 0 മാത്രമാണെങ്കിൽ 2 3 പൂജ്യങ്ങളെല്ലാം 0 0 0, അതിന് വാല്യൂ പറയലില്ല. ഇടത്തെ സൈഡിൽ ഏതെങ്കിലും ഒരു അക്കം വന്നതിന് ശേഷമാണെങ്കിൽ അതിന് വാല്യൂ വരും എന്ന് പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി നിങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിച്ചോ, അത് വിശ്വാസമായി ആദർശമായി സ്വീകരിച്ചോ എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സകലമാന സൽക്കർമ്മങ്ങളും ചെറുതും വലുതുമായ എല്ലാ നന്മകളും വലിയ മൂല്യമുള്ള ഭാരമുള്ളതായി മാറും. നേരെ മറിച്ച് അതില്ല എങ്കിൽ എല്ലാം നിഷ്ഫലമായിരിക്കുമെന്നാണ്. ഇതുപോലെ പടച്ച റബ്ബിന്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉരുവിടുന്ന പല അദ്കാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന സംഗതിയായി കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവുകൾക്ക് വളരെ ലഘുവായ ഭാരമില്ലാത്ത 2 വചനങ്ങൾ. സഖീലത്താനി ഫിൽ മീസാൻ, പരലോകത്ത് മീസാനിൽ വലിയ ഭാരമുള്ള കനം തൂങ്ങുന്ന 2 വചനങ്ങൾ. ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ 2 വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, മഹാനായ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അവനാകുന്നു സർവസ്തുതിയും. ഈ ആശയത്തിലുള്ള ദിക്ർ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിമിലൊക്കെ വന്ന ഹദീസാണ്. നമ്മൾ ധാരാളം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ നന്മയുടെ ഭാഗം കനം തൂക്കുവാൻ സാധിക്കുന്ന നന്മകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഹദീസിൽ കാണാം, നമ്മുടെ വിശ്വാസം കറകളഞ്ഞതാകണം എന്നതുപോലെ തന്നെ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാകണം. നമ്മൾ വിശ്വാസമൊക്കെ കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളാണ്, പക്ഷെ സ്വഭാവം കണ്ടാലോ, വിശ്വാസം പറഞ്ഞാൽ അബൂബക്കറിനെ പോലെയും സ്വഭാവം കണ്ടാൽ അബൂജഹലിനെ പോലെയും ആകാൻ പാടില്ല. ഒരു വിശ്വാസി വിശ്വാസത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസവും ആദർശവും ഉള്ള ആളുകളാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മാ മിൻ ഷൈഇൻ യൂളഉ ഫിൽ മീസാൻ അസ്ഖലു മിൻ ഹുസ്നിൽ ഖുൽഖ്. സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന ഒന്നും വിശ്വാസം കഴിഞ്ഞാൽ പരലോകത്ത് മീസാനിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും വിശ്വാസിയാണ് എങ്കിൽ അതിൽ ഏറ്റവും വെയിറ്റുള്ള, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന സംഗതിയാണ് സൽസ്വഭാവം എന്നത്. വ ഇന്ന സ്വാഹിബ ഹുസ്നിൽ ഖുലുഖ്, സൽസ്വഭാവത്തിന്റെ ഉടമ ലയബ്ലുഗു ബിഹി, ആ സൽസ്വഭാവം മുഖേന അയാൾ പ്രാപിക്കും, എത്തും ദറജത സ്വാഹിബി സൗമി വസ്സലാത്ത്, നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഒരു വിശ്വാസിയുടെ അതേ പ്രതിഫലം, അതേ ദറജ സൽസ്വഭാവത്തിലൂടെ അയാൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ്. അഥവാ വിശ്വാസിയായ മനുഷ്യൻ ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം സൽക്കർമ്മങ്ങളുടെ കൂടെ അയാൾ സൽസ്വഭാവിയുമായി മാറേണ്ടതുണ്ട്. പക്ഷേ നമ്മളൊക്കെ വീഴ്ചയുള്ള ആളുകളാണ്, കുറവുകളുള്ളവരാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ സൽസ്വഭാവങ്ങളിലേക്ക് എന്നെ നീ കൈപിടിച്ചു കൊണ്ടുപോകണമേ. വലാ യഹ്ദി ഇലാ അഹ്സനിഹാ ഇല്ലാ അൻത്, ആ സൽസ്വഭാവങ്ങളിലേക്ക് നീയല്ലാതെ ആരും എന്നെ വഴി നടത്താനില്ല പടച്ചവനെ. അതിനാൽ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, മക്കളോട് ഇടപഴകുമ്പോൾ, മാതാപിതാക്കളുമായി ഞാൻ പെരുമാറുമ്പോഴൊക്കെ
ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട്, അയൽവക്കക്കാരോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട്, എല്ലാവരോടും ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി വർത്തിക്കുവാനുള്ള മനസ്സ് തൗഫീഖ് നീ നൽകണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ വസ്രിഫ് അന്നി സയ്യിഅഹ, അല്ലാഹുവേ ദുസ്വഭാവങ്ങളിൽ നിന്ന് നീ എന്നെ തിരിച്ചു വിടണമേ, എന്നിൽ നിന്ന് ദുസ്വഭാവങ്ങൾ നീ അകറ്റണമേ. വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത, ആ ദുസ്വഭാവങ്ങൾ എന്നിൽ നിന്ന് മാറ്റി എന്നെ നല്ലവനാക്കാൻ നീയല്ലാതെ മറ്റൊരാൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ് റബ്ബിനോട് നമ്മൾ ചോദിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു സൽസ്വഭാവിയായ സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ അയാളുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങുമെന്നാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി, ഈമാനുള്ള വിശ്വാസി സൽസ്വഭാവം കൊണ്ട് നേടിയെടുക്കും ദറജത സ്വായിമിൽ ഖായിം, ധാരാളമായി നോമ്പെടുക്കുന്ന, ധാരാളമായി സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പദവി ആ സൽസ്വഭാവത്തിലൂടെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതേപോലെ ഹദീസുകളിൽ കാണാം സൽസ്വഭാവങ്ങളിൽ തന്നെ ക്ഷമയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു മനുഷ്യന്റെ സ്വഭാവം മോശമാണ് എന്ന് പലരും വിലയിരുത്തുന്നതാണ്. അയാൾ പെട്ടെന്ന് ചൂടാവും, ദേഷ്യം പിടിക്കും, ആൾ വല്ലാതെ കോപാകുലനായി സംസാരിക്കും, വാപ്പയോട്, ഉമ്മയോട്, മക്കളോട്, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന പ്രകൃതം സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വഹാബിമാരിൽ പലരും ചോദിച്ച രംഗമുണ്ട്, ഒരു ഉപദേശം എനിക്ക് നൽകണം, കൂടുതലൊന്നും പറയേണ്ടതില്ല, സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഉപദേശം. വളരെ സിമ്പിളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്ന സംഗതിയാണ് ലാ തഗ്ളബ്, നീ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്, എടുത്തു ചാടുക എന്ന പ്രകൃതം ഉണ്ടാകരുത്. അവധാനതയോടുകൂടി ആലോചിച്ച് ചിന്തിച്ച് വർത്തമാനം പറയുമ്പോഴും അതേപോലെ പെരുമാറുമ്പോഴും ഒക്കെ ഒരു സാവകാശം, അവധാനത വേണം എന്നുള്ളത്. അത് പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ നോവുകളായി, ദുരന്തങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങളോടാണ് എങ്കിൽ, സന്താനങ്ങളുടെ വേർപാട് പോലെയുള്ള സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ കേട്ടതാണ് ഒരു യാത്രയിൽ 4ഉം 5ഉം ഒക്കെ മക്കളും അതേപോലെ തന്നെ അടുത്ത ആളുകളും ഒരൊറ്റ ആക്സിഡന്റിൽ, ഒരൊറ്റ അപകടത്തിൽ മരിച്ച് ആ മയ്യത്തിനെ കൊണ്ടുപോയി കബറടക്കുന്ന രംഗം എത്രമാത്രം ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്ക് സന്തോഷം പകരുന്ന പല ഉപദേശങ്ങളും ഹദീസുകളിലൂടെ നൽകിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാണ് പ്രതിഫലേച്ഛയോടുകൂടി ആ സങ്കടകരമായ അവസ്ഥകളെയൊക്കെ പടച്ച റബ്ബിന്റെ അടുക്കൽ പുണ്യമായി, നന്മയായി കിട്ടണമെന്ന പ്രതിഫലേച്ഛയോടുകൂടി, ഇഹ്തിസാബോടുകൂടി ക്ഷമ കൈക്കൊള്ളുകയാണ് എങ്കിൽ തീർച്ചയായും അത് മീസാനിൽ വലിയ ഭാരമുള്ള, വെയിറ്റേജ് ഉള്ള സംഗതിയായിരിക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 5 കാര്യങ്ങൾ സബാഷ്, സന്തോഷിച്ചോളൂ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, മീസാനിൽ എത്രമാത്രം വെയിറ്റ് ഉണ്ട് അതിനെന്നറിയുമോ? സന്തോഷിച്ചുകൊള്ളുക. 5 കാര്യങ്ങൾ. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറഞ്ഞത്. 2ാമത് പറഞ്ഞു വസുബ്ഹാനല്ലാഹ്. 3 പറഞ്ഞു വൽഹംദുലില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി എന്റെ സങ്കടങ്ങൾ പറയാൻ, എന്റെ ആവശ്യങ്ങൾ പറയാൻ, ആഗ്രഹങ്ങൾ ചോദിക്കാൻ എനിക്ക് റബ്ബല്ലാതെ ആരുമില്ല. ആ റബ്ബിനെ ഇലാഹായി അംഗീകരിച്ചൊരു വിശ്വാസി, ആ പടച്ച റബ്ബ് സുബ്ഹാനല്ലാഹ്, അവൻ എത്രയോ പരിശുദ്ധനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തൻസീഹുല്ലാഹി തആല അൻ കുല്ലി ഐബിൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും, ആളുകൾ വെച്ചു പുലർത്തുന്ന തെറ്റായ വിശ്വാസങ്ങളും ധാരണകളും ഉണ്ട്, അതിൽ നിന്നൊക്കെ എന്റെ റബ്ബ് മുക്തനാണ് എന്നുള്ള പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ആ പ്രഖ്യാപനം അത് ആത്മാർത്ഥമാണ് എങ്കിൽ, അള്ളാഹുവിന് യാതൊരു ന്യൂനതയും കുറവുമില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾ ആ റബ്ബിലേക്കല്ലേ തന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ സമർപ്പിക്കുകയുള്ളൂ. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും മറ്റാളുകളുടെ അടുക്കലേക്കും പോകുമോ? ഇല്ല എന്നുള്ളത് സുബ്ഹാനല്ലാഹ് ആത്മാർത്ഥമായി മനസ്സിലാക്കി പ്രഖ്യാപിച്ച ആളുകളുടെ പ്രത്യേകതയാണ്. അതാണ് 2ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 3ാമത് പറഞ്ഞത് വൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളും നന്മയും ഞാൻ അനുഭവിക്കുന്നുണ്ടോ അത് ആരെല്ലാം നിമിത്തമായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി എനിക്കത് നൽകിയത് അള്ളാഹുവാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ഏതൊരു നിഅമത്ത്, ഏതൊരു അനുഗ്രഹം വന്നു കിട്ടിയിട്ടുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ഏതൊരു നന്മ വരുമ്പോഴും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ള പ്രഖ്യാപനം. വല്ലാഹു അക്ബർ, 4ാമത് പറഞ്ഞത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ
എന്ന് പറഞ്ഞു. ഈ 4 ദിക്റുകളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 5-ാമത്തെ കാര്യം വൽ വലദു സ്വാലിഹു യുതവഫാ ലിൽ മർഇൽ മുസ്ലിം ഫയഹ്തസിബുഹു. ഒരു വിശ്വാസിയായ മുസ്ലിമായ ഒരു വിശ്വാസിയുടെ ഒരു നല്ല സന്താനം, ഒരു മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ സന്ദർഭത്തിൽ അയാൾക്ക് എത്രമാത്രം സങ്കടവും വേദനയും ഉണ്ടാകും. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കും പറയാതെ അയാൾ പടച്ചറബിന്റെ അടുക്കൽ പ്രതിഫലം കാംക്ഷിക്കുന്നുവെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയും പ്രഖ്യാപനവും അത് പരലോകത്ത് മീസാനിൽ വല്ലാത്ത ഭാരമുള്ളതാണ്, കനം തൂങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് ഈ ഹദീസിലൂടെ. അതേപോലെ ഹദീസിൽ തന്നെ വന്ന മറ്റൊരു സംഭവം നമുക്ക് കാണാം. ബൈത്തുൽ ഹംദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രിയങ്കരമായ ഒരു കുട്ടി അദ്ദേഹത്തിന്റെ ഹൃദയവുമായി അത്രമാത്രം അതിന് ബന്ധമുണ്ട് എന്നുള്ളത് ഹദീസിന്റെ പ്രയോഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. ആ കുട്ടിയുടെ റൂഹ് പിടിച്ചുകൊണ്ട് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ അള്ളാഹ് ചോദിക്കും, എന്റെ ഇന്നാലിന്ന അടിമയുടെ ഹൃദയം നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നുവല്ലേ, എന്നിട്ട് എന്റെ അടിമ എന്തു പറഞ്ഞു? അള്ളാഹുവിനറിയാമല്ല. എന്നാലും അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ പറയും, നിന്റെ അടിമ ആദ്യം പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്, എന്നിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹമിദക വസ്തർജ. അള്ളാഹുവിനെ സ്തുതിച്ചതെന്താ? നമ്മൾ കരുതാത്ത, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുന്നതിന്റെ ഒക്കെ അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ, തീരുമാനങ്ങളിൽ പല യുക്തികളുമുണ്ട്, നന്മകളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് മകളെ തന്നത് എന്റെ റബ്ബാണ്, അവനാണ് തിരിച്ചെടുത്തത്. അതുകൊണ്ട് അവന്റെ തീരുമാനത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുകയും പിന്നെ വസ്തർജ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, എല്ലാവരും പടച്ച റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു പറയും, ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, ആ അടിമക്ക് വേണ്ടി അയാൾ ദുനിയാവിൽ ജീവിച്ചിരിക്കെ തന്നെ നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കണം മലക്കുകളെ. എന്നിട്ട് വസമ്മൂ ലഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് സ്തുതികീർത്തനത്തിന്റെ ഭവനം, പടച്ച റബ്ബിനെ സ്തുതിച്ചതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത വീട് എന്ന് അതിന് മുദ്രണം ചെയ്യണം, പേര് വെക്കണം എന്നും അള്ളാഹു മലായിക്കത്തുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ സ്വഭാവങ്ങൾ മൊത്തത്തിലും ക്ഷമ എന്നത് കോപം വരാതെ നിയന്ത്രിക്കാനുള്ള, മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുവാനുള്ള പരിശീലനം പ്രത്യേകിച്ചും നമ്മൾ സ്വീകരിച്ചാൽ പരലോകത്ത് നന്മകൾ അധികരിപ്പിക്കാൻ, ഭാരമുള്ള നന്മകളുമായി പരലോകത്തേക്ക് യാത്രയാകാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് വലിയ കനമുള്ള പുണ്യങ്ങളായി ഭവിക്കുന്ന മറ്റൊരു കാര്യം ഹദീസിൽ വന്നത് ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കുക എന്നതാണ്. അതായത് ഒരു മയ്യത്തിന്റെ വാർത്ത അറിഞ്ഞാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും മൻ തബിഅ ജനാസത്തൻ ഹത്താ യുസല്ല അലൈഹ, അയാളോട് നമുക്ക് ഏറ്റവും വലുതായി നിർവഹിക്കാൻ പറ്റുന്ന സംഗതിയാണ് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുക എന്നത്. വയഫ്റഗ മിൻഹ, അതേപോലെ അയാളെ കബറടക്കി പിടിമണ്ണിട്ട് തസ്ബീത്ത് ചൊല്ലി ആ ശേഷക്രിയകളിലെല്ലാം പങ്കുചേർന്ന് മടങ്ങിയാൽ ഫലഹു ഖീറാത്താൻ, 2 ഖീറാത്ത് പ്രതിഫലം അയാൾക്കുണ്ട് എന്ന്. വമൻ തബിഅഹ ഹത്താ യുസല്ല അലൈഹ, എന്നാൽ ധൃതി കൊണ്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ കൊണ്ടോ ഒക്കെ ആ മയ്യത്തിന്റെ കൂടെ പോയി നിസ്കരിച്ചു, ശേഷക്രിയകളിൽ കബറടക്കാനൊന്നും നിന്നില്ല എങ്കിൽ ഫലഹു ഖീറാത്ത്, അയാൾക്കൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ച റബ്ബ് തന്നെയാണ് സത്യം, ലഹു വ അസ്ഖലു ഫീ മീസാനിഹി,
ആ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ തന്റെ മീസാനിൽ അത് വല്ലാത്ത ഭാരമുള്ളതാണ്. മിൻ ഉഹുദ്, ഉഹുദ് മലയേക്കാൾ വലിയ ഭാരമുണ്ട്, തൂക്കമുണ്ട് മീസാനിൽ ഒരു ഖീറാത്തിന്. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ അയൽവക്കത്തും അതേപോലെ തന്നെ ബന്ധത്തിലും സൗഹൃദത്തിലും ഒക്കെയുള്ള ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ അവിടെ ഒന്ന് എത്തുകയും മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ആ ശേഷക്രിയകളിലൊക്കെ ഭാഗവാക്കാകുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുണ്യത്തിന്റെ മൂല്യം, അതിന്റെ ഭാരം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചത്. ഇതുപോലെയുള്ള ധാരാളം നന്മകൾ ആയുസ്സിൽ നമ്മൾ ബോധപൂർവം ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ മനസ്സ് വെക്കുക. അങ്ങനെ നന്മകളുമായി പരലോകത്തേക്ക് യാത്രയാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, മാനസികവും ശാരീരികവുമായി പലതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സർവശക്തനായ അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.